വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ഫേസ്ബുക്കിൽ ക്യാമ്പയിൻ. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഇമെയിൽ അയക്കണമെന്ന് ഫേസ്ബുക്കിലൂടെ ആഹ്വാനമുണ്ട്. വിവരങ്ങളുമായി ഇസത്ത് നമ്മോടൊപ്പം ചേരുന്നു. ഇസത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങോട്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് ആളുകൾ അവകാശവാദവുമായിട്ട് വരുന്നുണ്ട്. നേതാക്കൾ തന്നെയും വന്നതായിട്ട്, കെ സുധാകരനെ പോലുള്ള ആളുകൾ തന്നെ, പ്രധാനപ്പെട്ട ആളുകൾ തന്നെ വന്നതായിട്ട് നമ്മൾ കണ്ടു. ഇതിപ്പോൾ ആരാണ്? ഇതിപ്പോൾ മുഖമില്ലാത്ത ഐഡികളൊക്കെയാണോ ഇങ്ങനൊരു ക്യാമ്പയിൻ നടത്തുന്നത്? അല്ലെങ്കിൽ ശരിക്കും ഈ കോൺഗ്രസ്സുകാരായിട്ട് പുറത്തറിയുന്ന ആളുകൾ തന്നെ ഇങ്ങനെയൊരു വി.ഡി. സതീശന് വേണ്ടി ക്യാമ്പയിൻ നടത്തുകയാണോ? സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ, അതായത് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു ഈ മുഖ്യമന്ത്രി സ്ഥാനമായിട്ടുള്ള ഒരു ചർച്ച. അതിൽ ഇന്നലെ വെള്ളാപ്പള്ളിയുടെ പരാമർശം കൂടി വന്നതോടുകൂടി ആ ഒരു ചർച്ചയ്ക്ക് വീണ്ടും കൂടുതൽ കൊഴുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ അതിന് വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങളും പ്രകടനങ്ങളും എല്ലാം നേതാക്കന്മാരുടെ ഇടയിൽ നിന്നും തന്നെ വന്നു. ഇപ്പോൾ അതിലെല്ലാം ഏറ്റവും ഒരു പുതിയ ഒരു ക്യാമ്പയിനാണ് വന്നിരിക്കുന്നത്. സതീശന് അനുകൂലമായിട്ടുണ്ട്. അതായത് സതീശനെ മുഖ്യമന്ത്രിയാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് ക്യാമ്പയിൻ. ഇതൊരു കോൺഗ്രസ് അനുഭാവ പേജിലൂടെയാണ് ഈ ഒരു ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിക്ക് ഇമെയിൽ അയച്ചുകൊണ്ട്, അതായത് രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ഇമെയിൽ അയക്കണമെന്നും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കണമെന്നും എല്ലാം വ്യക്തമായിട്ട് എഴുതിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പി.സി. പുളന്തോട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് ഹാൻഡിലിൽ നിന്നാണ് ഈ ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അത് ഒരു കോൺഗ്രസ് അനുഭാവ പേജാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു പദവി വഹിക്കുന്നയാളോ അല്ലെങ്കിൽ പ്രത്യേകം ഏതെങ്കിലും ഒരു ഡെസിഗ്നേഷനുള്ള ആളായിട്ട് നമുക്ക് പരിഗണിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇതിനെതിരെ ഇപ്പോൾ നേതാക്കന്മാരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ഒരു മറുപടി വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരം ഒരു ക്യാമ്പയിൻ എല്ലാം തുടക്കം കുറിക്കുന്നത് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ അത് വലിയൊരു ചർച്ചാ വിഷയമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സനീഷ്.